ഇനി വോട്ടേഴ്സിന്റെ ശബ്ദം നാട് മുഴുവൻ കേൾപ്പിക്കുന്ന ഒരു സെഗ്മെന്റാണ് മൈക്ക്. എക്കാലത്തും UDF-നൊപ്പം നിന്ന ചരിത്രമാണ് തിരുവനന്തപുരത്തിന്റെ തീരമേഖലയ്ക്ക്. എന്നാൽ ചിലപ്പോഴൊക്കെ വലിയ തിരമാലകളിൽപ്പെട്ട് കാലിടറി വരും കുറവല്ല. രാജ്യം ഉറ്റുനോക്കുന്ന വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യത്തോട് അടുക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ കടലിന്റെ മക്കൾക്ക് വാഗ്ദാനം ചെയ്ത പല കാര്യങ്ങളും ഇപ്പോഴും കിട്ടിയിട്ടില്ല. കടൽ തീരം ഇല്ലാതാകുന്നതും പൂന്തുറയിൽ ഇനിയും നടപ്പാകാത്ത മിനി ഹാർബറും അടക്കം അനേകം വിഷയങ്ങൾ ബാക്കിയിടക്കുകയാണ്. ആരാകും തിരുവനന്തപുരത്ത് കപ്പലിറക്കുക? അതാണ് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി. വള്ളങ്ങളിൽ വലയുമായി അവർ ഇറങ്ങാൻ തുടങ്ങുന്നു. നല്ല കാറ്റ് വീശുമെന്ന മുന്നറിയിപ്പുണ്ട്. ഇന്ന് ഭയങ്കര കാറ്റാണ്. 36 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കുന്നതുകൊണ്ട് ഏകദേശം ഒരു 10% പോയുള്ളൂ വള്ളങ്ങൾ. ഡേഞ്ചറാണ്. എന്നിട്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടി കുറച്ച് വള്ളങ്ങൾ പോയിരിക്കുന്നു. ജീവിക്കണ്ടേ? ചിലർ ഐസുപെട്ടിയും ബാറ്ററിയും കന്നാസുമൊക്കെ തിരിച്ചു കയറ്റി. കാറ്റിന്റെ മുന്നറിയിപ്പുള്ളതാണ് പടിക്ക് പോകുന്നില്ല. ഞങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും കാറ്റുള്ളത് ഇല്ലാത്തത്. ഉള്ളിലോട്ട് പോകുമ്പോൾ 32 സ്പീഡ് വരെ കാറ്റുണ്ടെന്ന് പറഞ്ഞു. തെക്ക് പുല്ലുവിള മുതൽ കണിയാപുരം വരെ നീണ്ടു കിടക്കുന്നതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തീരദേശ മേഖല. കാണെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന തീരം, കടൽക്ഷോഭം, എല്ലാത്തിനുമുപരി വിഴിഞ്ഞം തുറമുഖ വികസനം. ഇങ്ങനെ കടൽ പോലെ തന്നെ പ്രക്ഷുബ്ധമാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ തീരദേശത്തിൻ്റെ മനസ്സ്. ആരെ പിന്തുണയ്ക്കുമെന്ന് ഒരു പിടിയും കൊടുക്കില്ല. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും സമരങ്ങളും ഉണ്ടാക്കിയ അനിശ്ചിതത്വം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. കോവളം, തിരുവനന്തപുരം വെസ്റ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന തീരദേശം പൊതുവെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണയ്ക്കാറാണ് പതിവ്. പക്ഷേ ഇക്കുറി തീരക്കാറ്റ് തരൂരിനെ തുണയ്ക്കുമോ? ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല. ഒരുത്തനും വോട്ട് ചെയ്യണ്ട എന്നാണ് ഐഡിയ. കുറേ വർഷം കൊണ്ട് കുറച്ചുമാർ ജയിച്ച് അങ്ങോട്ട് അവരുടെ ആവശ്യത്തിന് പോവില്ലേ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ല. ഇവിടെ ആര് നമ്മളെ തിരിഞ്ഞു നോക്കാൻ ആൾക്കാരിരിക്കുന്നു. ഇപ്പോൾ ജനങ്ങൾ ഏകദേശം പേര് 80% പേര് അത് UDF-ന് അനുകൂലമായിട്ടേ ചെയ്യത്തുള്ളൂ. അത് പുള്ളി ശശി തരൂരിന് വേണ്ടിയല്ല ഞങ്ങൾ ചെയ്യണത്. അത് കേന്ദ്രീയ രാഹുൽ ഗാന്ധി നയിക്കുന്ന ആ പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് ഒട്ടുമിക്ക ആൾക്കാരും മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് 3 പ്രാവശ്യവും പുള്ളി ജയിച്ചു. നമ്മൾ കേന്ദ്രത്തെ ഉദ്ദേശിച്ചാണ് വോട്ട് ചെയ്തത്. പക്ഷേ ഈ കോസ്റ്റൽ ഏരിയയിൽ അതായത് ഞങ്ങളിപ്പോൾ പൂന്തറയാണ് സ്ഥലം. പക്ഷേ ഇവിടെ ഒന്നും പുള്ളി ഒരു രൂപയുടെ ഒരു വികസനം പോലും പുള്ളി ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ചിലപ്പോൾ ചില ആൾക്കാർ മാറ്റി ചിന്തിക്കുന്നുണ്ട്. BJP വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, LDF-ന് വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ശശി തരൂരിന് വളരെ എല്ലാവരും ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട് പുള്ളിക്ക് വേണ്ടി. കൃത്യമായ രാഷ്ട്രീയ സൂത്രവാക്യങ്ങളൊന്നും ഇവിടെ ബാധകമല്ലെന്നതാണ് ചരിത്രം. എത്ര കരുത്തനാണെങ്കിലും ചിലപ്പോൾ വിയർക്കും, ചിലപ്പോൾ നിലതെറ്റും. UDF-ഉം BJP-യും രാഷ്ട്രീയത്തോടൊപ്പം ഗ്ലാമർ താരമൂല്യത്തിന് മാർക്കിട്ട് മാറ്റുരയ്ക്കുമ്പോൾ താരപ്രഭയുടെ കമ്പോളത്തിൽ ജനകീയതയുടെ കട തുറക്കാനാണ് പന്യനിലൂടെ ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. 24 തിരുവനന്തപുരം. വിജയകുമാർ, ഞാൻ